VBY ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയറിലെ ബിൽഡിംഗ് ഡ്രോയിങ്സ് എന്ന മൊഡ്യൂളിലെ പ്ലാനിംഗ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ഓറിയന്റേഷൻ എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയ റിക്വയർമെൻറ്റ്സ് ആണ് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. ഇതിലെ ഷെൽട്ടറിങ് കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പഴയ കാലത്തെ ബിൽഡിങ്ങിൽ നിന്നും അല്ലെങ്കിൽ വീടുകളിൽ നിന്നും ഇന്ന് കാണുന്ന നിലവിലുള്ള വീടുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് മോഡിഫിക്കേഷൻസ് അതുപോലെ ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ സിവിൽ എഞ്ചിനീയറിംഗിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ ബിൽഡിങ്ങിൻ്റെ പ്ലാനിംഗ് അതുപോലെ ഓറിയന്റേഷൻ ഓഫ് ബിൽഡിംഗ് എന്നീ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് പ്ലാനിംഗ് ആണ്. നമുക്ക് എന്താണ് ബിൽഡിംഗ് പ്ലാനിംഗ് എന്ന് നോക്കാം. പ്ലാനിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊവൈഡിംഗ് എ സേഫ്, ഹെൽത്തി, എക്കണോമിക് ആൻഡ് ഹൈജീനിക് അറ്റ്മോസ്ഫിയർ ഇൻ ആൻഡ് അറൗണ്ട് ഓഫ് ബിൽഡിംഗ് ഫോർ ദി ഹ്യൂമൻ ഹാബിറ്റേഷൻ. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തും ചുറ്റും സേഫ് ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി, എക്കണോമിക് ആയിട്ടുള്ള അതുപോലെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ഓഫ് എ ബിൽഡിംഗ് ഈസ് ദി അസംബ്ലിംഗ് ഓർ ഗ്രൂപ്പിംഗ് ആൻഡ് അറേഞ്ചിംഗ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് പാർട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് പ്രോപ്പർ ഓർഡർ so as to form a meaningful, wholesome and homogeneous body with a comprehensive lookout to meet its day-to-day functional purpose. പ്ലാനിംഗ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനെയാണ് പ്ലാനിംഗ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്ലാനിംഗ്. പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിംഗ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദി ഫങ്ഷണൽ ഒബ്ജക്ട്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. പ്ലാനിംഗ് ചെയ്യുമ്പം അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ജനറൽ സ്കോപ്പ് ആൻഡ് പർപ്പസ് ഓഫ് ദ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ പർപ്പസ് അതുപോലെ അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കണം. ലീഗലിറ്റി ഓഫ് ഓണർഷിപ്പ് റൈറ്റ്, ലോക്കൽ റൂൾസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര കൺസിഡേർഡ്. അതുപോലെ ഓണർഷിപ്പ് റൈറ്റ്, ലോക്കൽ റൂൾസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നീ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം. എ ഡബിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് പ്രൊവൈഡിംഗ് സെയിം ഫ്ലോർ ഏരിയ ആസ് ദാറ്റ് ഓഫ് എ സിംഗിൾ സ്റ്റോറി ഈസ് ചീപ്പർ ബൈ അബൌട്ട് 15% to 20%. ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ സെയിം ഫ്ലോർ ഏരിയ വരുന്ന ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ഏകദേശം 15% മുതൽ 20% വരെ ചീപ്പർ ആയിരിക്കും. ലോക്കൽ ബൈലോസ് ആൻഡ് റൂൾസ് ഷുഡ് ബി കൺസിഡേർഡ്. അതുപോലെ ലോക്കൽ ബൈലോസും റൂൾസും കൺസിഡർ ചെയ്യണം. ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ദി ഏരിയ ഷുഡ് ബി കൺസിഡേർഡ്. ആ ഒരു ഏരിയയുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൺസിഡർ ചെയ്യണം. എ സ്ക്വയർ ആൻഡ് സർക്കുലർ പ്ലാൻ ഇസ് ചീപ്പർ ആൻഡ് കോമ്പാക്ട്. സ്ക്വയർ, സർക്കുലർ പ്ലാനൊക്കെയാണ് ചീപ്പറായിട്ടും അതുപോലെ കോമ്പാക്റ്റ് ആയിട്ടും കാണപ്പെടുന്നത്, അതായത് ഒരു ഒതുക്കം ഫീൽ ചെയ്യുന്നത്. പ്ലാൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദി ഷേപ്പ് ഓഫ് പ്ലോട്ട്. പ്ലോട്ടിന്റെ ഷേപ്പിനനുസരിച്ചായിരിക്കണം പ്ലാൻ. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് റൂംസ് ആൻഡ് ദയർ സൈസസ് ഷുഡ് ബി കൺസിഡേർഡ്. റൂമുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ അതിന്റെ സൈസ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യണം. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡ്സ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, മെത്തേഡ്സ്, ദെൻ ടോപ്പോഗ്രഫി ഓഫ് ദി പ്ലോട്ട്, പ്ലോട്ടിന്റെ ടോപ്പോഗ്രഫി. സ്ക്വയർ പ്ലാൻ ടു ബി ചീപ്പർ ദാൻ ഒബ്ലോങ് പ്ലാൻസ്. ചീപ്പറായിട്ട് വരുന്നത് സ്ക്വയർ പ്ലാൻ ആണ്. ദ ഏരിയ ഓക്യുപ്പൈഡ് ബൈ വാൾസ് ഓഫ് എ സ്ക്വയർ ബിൽഡിംഗ് മേ ബി 15% to 25% ലെസ് ദാൻ എ റെക്ടാങ്കുലർ പ്ലാൻ. റെക്ടാങ്കുലർ പ്ലാനിനേക്കാളും 15 to 25% കുറവായിരിക്കും സ്ക്വയർ ബിൽഡിങ്ങിൻ്റെ ഏരിയ ഓക്യുപ്പൈഡ് ബൈ വാൾസ്. A square plan makes a house compact. It makes the house cooler in summer season and warmer in winter season. A square plan ആണ് ഹൗസിനെ കോമ്പാക്റ്റ് ആക്കി മാറ്റുന്നത്. According to the Planning Acts, the main objects of planning may be summarized in 3 words. പ്ലാനിംഗ് ആക്ട് അനുസരിച്ചിട്ട് പ്ലാനിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്ട്സ് 3 ആണുള്ളത്. ഹെൽത്ത്, കൺവീനിയൻസ്, ബ്യൂട്ടി. അതിലെ ഫസ്റ്റ് വൺ ഹെൽത്ത്. ടു ക്രിയേറ്റ് ആൻഡ് പ്രൊമോട്ട് ഹെൽത്തി കണ്ടീഷൻസ് ആൻഡ് എൻവിറോൺമെൻറ്റ് ഫോർ ഓൾ പീപ്പിൾ. പ്ലാനിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്ട്സിൽ വരുന്ന ഒന്നാമത്തതാണ് ഹെൽത്ത്. എല്ലാ ആളുകൾക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വരുന്നതാണ് കൺവീനിയൻസ്. The object of convenience is meant in the form of various needs of the community, such as social, economic, cultural and recreational amenities. Then second object ആണ് കൺവീനിയൻസ്. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാ ആവശ്യങ്ങളും, സോഷ്യൽ, എക്കണോമിക്കൽ, കൾച്ചറൽ, റിക്രിയേഷണൽ ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവീനിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബ്യൂട്ടി. ടു പ്രിസർവ് ദി aesthetics in the design of all elements of town and city plan, which included preservation of trees, ancient architectural buildings of cultural and historical importance and buildings of worship. ഇനി മൂന്നാമത് വരുന്നതാണ് ബ്യൂട്ടി. ഡിസൈനിൻ്റെ എസ്തെറ്റിക്സ് പ്രിസർവ് ചെയ്യാനാണ് ബ്യൂട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രീസിനെ പ്രിസർവ് ചെയ്തുകൊണ്ട്, അതുപോലെ ആൻസിൻ്റെ ആർക്കിടെക്ചറൽ ബിൽഡിംഗ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബിൽഡിങ്സ്, വർഷിപ്പ് ബിൽഡിങ്സ്, ഇതെല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു പ്ലാനിങ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. ദ ഫാക്ടേഴ്സ് ഓർ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദി തിയറി ഓഫ് പ്ലാനിങ് ആർ ഡീറ്റെയിൽഡ് ആസ് ഷോൺ ബിലോ. ഒരു പ്ലാനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആസ്പെക്ട്, പ്രോസ്പെക്ട്, പ്രൈവസി, ഫർണിച്ചർ റിക്വയർമെന്റ്, റൂമിനസ്, ഗ്രൂപ്പിംഗ്, സർക്കുലേഷൻ, സാനിറ്റേഷൻ, ഫ്ലെക്സിബിലിറ്റി, എലഗൻസ്, എക്കണോമി ആൻഡ് പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ്. ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്ങിൽ വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.